ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഭാഗ്യത്തിന് വേണ്ടി മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ലക്കി ബാംബു എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ചൈനീസ് ബാംബു എന്ന് പറയുന്ന ഒരു സാധനം വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ആളുകൾ മേടിച്ച് വെക്കുന്നത് ഭാഗ്യത്തിന് വേണ്ടിയാണ്. ചിലർ മണി പ്ലാന്റ് വളർത്തുന്നു, വേറെ ചിലർ രത്നങ്ങൾ, കല്ലുകൾ ഒക്കെ ശരീരത്തിൽ അണിയുന്നു ഭാഗ്യത്തിന് വേണ്ടി. എന്നാൽ ഇതിലൊക്കെ വ്യത്യസ്തമായ മഹാഭാഗ്യം തരുന്ന ഒരു വസ്തുവിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന് വെളിയിലുള്ള ഇന്ത്യയിലെ ഒരു പട്ടണത്തിൽ എൻ്റെ സുവിശേഷ സൈക്കിൾ യാത്രയിൽ ഞാൻ എത്തി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞായറാഴ്ചയായി. പട്ടണങ്ങളിൽ ഒരുപാട് പെന്തക്കോസ്ത് സഭകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ എവിടെ പോകണം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി IPCയിൽ പോകാം, മലയാളം ആരാധന ഉള്ള IPCയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ ദൈവദാസൻ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. കേരളത്തിൽ നിന്ന് വേറെയും പല അതിഥികൾ അന്ന് ആരാധനയ്ക്കുണ്ടായിരുന്നു. അവിടെ വന്ന എല്ലാവരെയും അദ്ദേഹം മാനിച്ചു, സ്നേഹിച്ചു, മാന്യമായി ഇടപെട്ടു. വിശ്വാസികളും സ്നേഹത്തോടെ എല്ലാവരോടും ഇടപെട്ടു. ആരാധന കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. ഒടുവിൽ ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നു. എന്നോട് ചോദിച്ചു, പാസ്റ്റർ എത്ര ദിവസം ഈ പട്ടണത്തിലുണ്ട്? ഞാൻ പറഞ്ഞു, ഇന്നും നാളെയും, നാളെ കഴിഞ്ഞ് രാവിലെ ഞാൻ ഈ പട്ടണം വിട്ടു പോകും. നാളെ ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ അല്പം ഭക്ഷണം കഴിക്കാൻ വരാമോ? ഞാൻ പറഞ്ഞു, വരാം, സന്തോഷമാണ്. അപ്പോൾ നാളെ അച്ചായനെ ഞാൻ അങ്ങോട്ട് വിടാം. അച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ്. പിറ്റേ ദിവസം 11 മണിയായപ്പോൾ അദ്ദേഹം വന്നു. ഞാനും അദ്ദേഹവും കൂടെ ഇവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. നടന്നു പോവുകയാണ്. പോകുന്ന വഴിയിൽ വലിയ വീടുകളാണ് കാണുന്നത്, നല്ല മനോഹരമായ സ്ഥലങ്ങൾ. ആ വീടുകൾക്കിടയിലൂടെ ഞങ്ങൾ ചെന്ന് ഒരു വലിയ ഗേറ്റ് ഇദ്ദേഹം തള്ളി തുറന്നു. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഈ പാവപ്പെട്ട ഈ സാധാരണ ആളുകളെ കാണുമ്പം അത്രയും വലിയൊരു വീട്ടിൽ താമസിക്കാനുള്ള സാധ്യത ഒന്നുമില്ല. ഉണ്ണിയെ കാണുമ്പോൾ ഊരിലോ പഞ്ഞോ സമൃദ്ധി അറിയാമെന്ന് നാട്ടിൽ പറയുന്നത് പോലെ ഇത്രയും വലിയൊരു, പിന്നെ ആരെങ്കിലും അമേരിക്കയിലോ വിദേശത്തോ ഒക്കെ പോയ ദൈവമക്കൾ വിശ്വസ്തരായ നല്ല ആളുകളെ വീടുകളെ ഏൽപ്പിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ധരിച്ചു. ചെന്നു, ഡോറ് തുറന്നു. അകത്ത് നല്ല സംവിധാനങ്ങൾ. എന്നെ അവിടെ സെറ്റിയിലോട്ടിരുത്തി. ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചു. അവർ വെള്ളം ഒക്കെ തന്നു കുടിച്ചു. അത് കഴിഞ്ഞ് ഭക്ഷണ മേശയിലേക്ക് ഇരുത്തി. അപ്പോൾ അവിടെ മേശയൊക്കെ ഇങ്ങനെ കറങ്ങുന്ന മേശയാണ്. അന്ന് ഞാനൊന്നും ഈ നാട്ടിൽ അതൊക്കെ ഉണ്ടെങ്കിലുള്ള വീടുകളിലൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്കതൊരു അത്ഭുതമായിരുന്നു. അവിടെ ആവശ്യമനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കത്തക്ക പോലെ കറങ്ങി വരുന്ന മേശ. അപ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ സഹോദരി പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. അത് കണ്ടപ്പോഴേ മനസ്സിലായി എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞെങ്കിലും അവരോട് പറയാൻ പാടില്ലല്ലോ, മോശമല്ലേ. എന്നിട്ട് ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെ ഒത്തു? അപ്പോൾ അതൊരു വലിയ കഥയാണ്. ഈ അച്ചായൻ ഒരു ഹിന്ദുവായിരുന്നു, ഞാനൊരു മർത്തോമാക്കാരത്തി. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് വന്നു. ഇവിടെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടും പ്രയാസവുമായിരുന്നു. അച്ഛൻ ഒരു ചെറിയ ജോലി, ആ പൈസയിൽ ചെറിയ വാടകയ്ക്ക് ഒരു ചെറിയ കുടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് 2-3 പെൺകുഞ്ഞുങ്ങളും ഉണ്ടായി. വളരെ കഷ്ടതയും പ്രയാസവുമാണ്. നാട്ടിൽ വെച്ചാണെങ്കിൽ ഒക്കെ കൂട്ടായ്മയ്ക്ക്, ഇവിടെ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കൊന്നും പോകാറില്ലായിരുന്നു. എങ്കിലും എൻ്റെ മനസ്സിൽ ദൈവത്തോട് സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അവർ പറയുകയാണ്, ഇവർ താമസിക്കുന്ന ആ കുടിലിൻ്റെ മുമ്പിൽ ഒരു ദിവസം 2-3 സഹോദരിമാർ വെള്ള വസ്ത്രം ധരിച്ചവർ വന്നു. അവരുടെ കയ്യിൽ ലഘുലേഖയും ബൈബിളും ഒക്കെ ഉണ്ടായിരുന്നു. അവരിവരുടെ വാതിലിൽ മുട്ടി. അപ്പോൾ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറന്നു. അപ്പോൾ ആ സഹോദരിമാരെ കണ്ടപ്പോൾ ഇവർ ആ വലിയ വായിലെ അങ്ങ് നിലവിളിച്ചേച്ച് പറഞ്ഞു, സഹോദരിമാരെ, നിങ്ങൾ ഇത്രയും കാലം എവിടായിരുന്നു? ഞാൻ ഒരുപാട് നാളായി ദൈവത്തെ സ്നേഹമുള്ള ആരെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വരണമെന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷ വേല ചെയ്യുന്നവരെ, നിങ്ങളുടെ സാന്നിധ്യം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ആളുകളൊക്കെ നമ്മളെ മോശമായിട്ട് പറഞ്ഞാലും
വീട് തോറും കയറിയിറങ്ങുന്നതും പരസ്യങ്ങളും മോശമാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പട്ടണത്തിലാണെങ്കിലും ഗ്രാമത്തിലാണെങ്കിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അവരിവരോട് സുവിശേഷമൊക്കെ പറഞ്ഞു, ദൈവവചനം പറഞ്ഞ് ആശ്വസിപ്പിച്ചു, ലഘുലേഖ കൊടുത്തു, അവരുടെ കൂട്ടായ്മയിലേക്ക് ഇവരെ ക്ഷണിച്ചു. പിറ്റേ ഞായറാഴ്ച ഇവർ കുടുംബമായിട്ട് അവിടെ ചെന്നു. ഏതായാലും ഞാൻ ആ സഹോദരനെ കുറിച്ച് ഓർക്കുകയാണ്. ഭാര്യയെ സ്നേഹിക്കുന്ന, ഭാര്യയുടെ വാക്കുകൾ മാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. സ്തോത്രം. അവരവിടെ ചെന്നു. ആ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ വന്ന പല ആളുകളും പല കാരണങ്ങൾ കൊണ്ടും ആ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയെങ്കിലും ഇവർ ഒരു കാരണവശാലും വർഷങ്ങളായി അവിടെ തന്നെ വിശ്വസ്തരായി നിന്നു. നാളുകൾ കുറച്ച് കഴിഞ്ഞു. ഇവർ ആ സഭയിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഈ സഹോദരി കുഞ്ഞുങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കും. അവർ സ്കൂളിൽ പോകുമ്പോഴും അവരെ വേദപുസ്തകം വായിപ്പിക്കും, കുറേ റെഫറൻസ് വായിപ്പിക്കും. നമ്മൾ ഈ സൺഡേ സ്കൂള് യൂത്ത് മീറ്റിങ്ങിലൊക്കെ ബൈബിൾ റെഫറൻസ് വായിക്കുന്നതിന് ഇവർ പറഞ്ഞതും പിള്ളേർ ഉടനെ എടുത്ത് വായിക്കും. അവരെ നല്ലപോലെ ദൈവവചനത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വായിക്കാനുള്ള പ്രാപ്തി ആ കുഞ്ഞുങ്ങൾക്കുണ്ടായി. ഒരു ദിവസം ഇവരുടെ സഭയിൽ സായിപ്പ് വന്നു. സായിപ്പ് വന്നെന്ന് പറഞ്ഞാൽ കൺവെൻഷൻ വെച്ചു. അന്ന് പ്രസംഗിക്കാൻ സായിപ്പ് വന്നു. അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞു, പ്രസംഗത്തിൻ്റെ സമയമായപ്പോൾ സായിപ്പ് പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരു വാക്യം പറഞ്ഞു. പെട്ടെന്ന് കുഞ്ഞുങ്ങളെല്ലാവരും കൊണ്ട് പ്രായമുള്ളവരെല്ലാവരും വേദപുസ്തകം എടുക്കുമ്പോഴത്തേന് ഇവരുടെ കുഞ്ഞുങ്ങളിൽ ഒരാൾ മലയാളത്തിലും ഒരാൾ ഇംഗ്ലീഷിലും പെട്ടെന്ന് വായിച്ചു. പ്രസംഗമല്ലേ, കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വാക്യം വന്നു. സായിപ്പ് പറഞ്ഞു, മറ്റാരും എടുക്കുന്നതിന് മുമ്പ് ഈ കൊച്ചുങ്ങളെടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനൊരു 3-4 വാക്യങ്ങൾ വായിച്ചപ്പോൾ സായിപ്പ് പ്രത്യേകമായിട്ട് ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ട് സായിപ്പ് ഇവരെ പരീക്ഷിക്കാനായിട്ട് കുറേ വാക്യങ്ങൾ പടുപടാന്നങ്ങ് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ പൊടുപടാന്നങ്ങ് വായിച്ചു, മറ്റാർക്കും വായിക്കാൻ അവസരം കൊടുക്കുക. ഏതായാലും യോഗം കഴിഞ്ഞപ്പോൾ ഈ സായിപ്പ് പാസ്റ്ററോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് കാണണമെന്ന്. സ്തോത്രം കേട്ടോ. കുഞ്ഞുങ്ങൾ ചുവ്വാണെങ്കിൽ മാതാപിതാക്കളെ കാണണമെന്ന് ആളുകൾ പറയും. സ്തോത്രം. കണ്ടു. ഏതായാലും ആ പാസ്റ്റർ വളരെ നല്ല മനുഷ്യരായിരുന്നു. ഇവരെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. എല്ലാ പാസ്റ്റർമാരും വിശ്വാസികളെക്കുറിച്ചൊന്നും എപ്പോഴും നല്ലതായിട്ടൊന്നും പറഞ്ഞൊന്നും വരികയില്ല. എന്നാൽ ദൈവം ഈ പാസ്റ്ററെ കൊണ്ട് പറയിപ്പിച്ച് ഇവരെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സായിപ്പിൻ്റെ ഹൃദയത്തിൽ അവൻ കയറി. എല്ലാവരും പിരിഞ്ഞു പോയി. ഇവരുടെ വീട്ടിൽ വന്ന് ഇവരെ ഭക്ഷണം കുഞ്ഞുങ്ങളും ഭർത്താവും ഒക്കെ കഴിച്ചു, ഇവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഉറക്കം വരുന്നില്ല. ഇവർ മുട്ട നിന്ന് ദൈവത്തിന് സ്തോത്രം പറയുക. താവേ, അത്രയും കുഞ്ഞുങ്ങളെല്ലാം ആ സഭയിലുണ്ടായിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്രയും ഒരു പ്രശംസ ലഭിക്കാൻ കാരണം ഈ ദൈവത്തിൻ്റെ വചനമാണല്ലോ, ഞങ്ങൾ കർത്താവിൻ്റെ വചനം അറിഞ്ഞതാണല്ലോ, ദൈവസഭയിൽ പോയതുകൊണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പ്രാർത്ഥിച്ച് ഏതാണ്ട് ഒരു 12 മണി വരെ ഇവർ പ്രാർത്ഥിച്ചെന്നാണ് എന്നോട് പറഞ്ഞത്. സായിപ്പ് പ്രസംഗമെല്ലാം കഴിഞ്ഞേച്ച് വലിയ സ്റ്റാർ ഹോട്ടലിലാണ് അദ്ദേഹം താമസിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും സായിപ്പിന് അവിടെ കിടന്നിട്ടൊരു ഉറക്കം വരുന്നില്ല. സായിപ്പ് എണീറ്റ് മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പണ്ട് അകശ്വരേശി രാജാവിന് ആ രാത്രിയിൽ ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം ഇങ്ങനെല്ലാം നടന്നേച്ച് ഒടുവിൽ ഫോൺ എടുത്തേച്ച് പാസ്റ്ററെ വിളിച്ചു കഴിഞ്ഞു, പാസ്റ്ററെ, നാളെ എന്ന് പറഞ്ഞില്ല, എനിക്ക് ഈ പട്ടണത്തിൽ നല്ല പോഷ് ഏരിയയിൽ ഒരു ഹൗസ് പ്ലോട്ട് വേണം. സായിപ്പ് പറഞ്ഞതല്ലേ. പാസ്റ്റർ അപ്പം തന്നെ രാത്രിയിൽ, ആ സഭയിൽ ചിലപ്പം ബ്രോക്കർമാർ കാണില്ലേ, പുറത്താണെങ്കിലും അവിടുത്തെ പാസ്റ്റർമാർക്ക് നല്ല പിടിപാടാണ്. ആ രാത്രി തന്നെ പറഞ്ഞെല്ലാം സെറ്റപ്പാക്കി പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് സായിപ്പിനെ കൊണ്ടുവന്ന് പ്ലോട്ട് കാണിച്ചു. സായിപ്പിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എഴുതുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ആ ദൈവവചനം വായിച്ച കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ പേരിൽ സ്ഥലം എഴുതാൻ പറഞ്ഞു. സ്ഥലം എഴുതി സായിപ്പ് അങ്ങ് ചെന്നിട്ടൊരു പ്ലാൻ അയച്ചു കൊടുത്തു. ആ പ്ലാനിൽ 1 വർഷത്തിന് ശേഷം മനോഹരമായിട്ടവിടെ കെട്ടിടം ഉയർന്നു. ആ കെട്ടിടത്തിൽ സായിപ്പ് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ചുള്ള ഫർണിച്ചറെ അവിടെ ഇടാവൂ, സാധനങ്ങളൊക്കെ ഇട്ടു. കയറിത്താമസം കഴിഞ്ഞു. സായിപ്പ് വന്നു, കയറിത്താമസം കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ സായിപ്പ് ഈ കുഞ്ഞുങ്ങൾക്ക് 3 പേർക്കും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്തു. അതിനുശേഷം ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനോട് പറഞ്ഞു, താങ്കൾ ഇനി ജോലിക്ക് പോകണ്ട, സുവിശേഷ വേല ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, നേരാമണ്ണം സാക്ഷ്യം പോലും പറയാൻ എനിക്ക് പ്രാപ്തിയില്ല, ഞാൻ എങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നത്? അത് സായിപ്പിനോട് പറഞ്ഞപ്പോൾ സായിപ്പ് പറഞ്ഞു, സാരമില്ല, നിങ്ങൾ ലെവലേ കൊടുത്താൽ മതി, നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ചെയ്താൽ മതി. അയാൾക്കൊരു സപ്പോർട്ട് കണ്ടോ. ഭയങ്കരമായ ഒരു അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ, അവരുടെ വീട്ടിലേക്ക് വന്നു. ഇതിൻ്റെ കാരണം ഈ ദൈവത്തിൻ്റെ വചനമാണ്. ഏറ്റവും വലിയ ഭാഗ്യം തരുന്ന ഒരു വസ്തുവാണ് കർത്താവിൻ്റെ വചനം.
ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, ഈ തിരുവചനം വായിക്കുകയും കേൾക്കുകയും കേൾപ്പിക്കുകയും ഇതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ നടത്തട്ടെ. ദൈവമക്കളെ, ഇതുപോലുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ആളുകൾ പറയും യൂട്യൂബിൽ ഒക്കെ ഇട്ട കാശ് കിട്ടും. എനിക്ക് കാശ് വേണ്ട, 5 പൈസ പോലും യൂട്യൂബുകാരോട് മേടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രായമായ ഇനി കാശെല്ലാം കൂടി എനിക്ക് ആവശ്യത്തിലധികം വേണ്ട. എനിക്ക് ചെറിയ ഭക്ഷണം, ചെറിയ ജീവിത സൗകര്യം, അതിനുള്ളതെല്ലാം ദൈവം തരുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് കാശിന് വേണ്ടിയല്ല, ഇത് മറ്റുള്ളവരിലേക്ക് എത്തട്ടെ, ആർക്കെങ്കിലും പ്രയോജനമാകും. എനിക്കിതിൻ്റെ ടെക്നോളജികളും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ദൈവമക്കൾ സഹായിക്കണം. ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ഒക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തോണം, ചെയ്ത ആളുകളിലേക്ക് എത്തിക്കണം എന്ന് സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.